ഹായ് ഫ്രണ്ട്സ്, ടെക് ബോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ DVD പ്ലെയർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? DVD പ്ലെയറിൽ ഇതേപോലെ സ്പീക്കർ സോക്കറ്റ് ഉണ്ടോ? എന്നാൽ നമുക്ക് ഈ DVD പ്ലെയർ ഒരു ആംപ്ലിഫയർ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. കംപ്ലൈന്റ് ആയാലും കുഴപ്പമില്ല, നമുക്ക് ഈ DVD പ്ലെയറിനെ എങ്ങനെയാണ് ആംപ്ലിഫയർ ആക്കി മാറ്റുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കവറ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് മാറ്റണം. അപ്പോൾ കവറ് ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഒരു ചെപ്പിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ എല്ലാം തിരിച്ച് ഇടാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്ന് കാണാനുണ്ടാവും. പിന്നെ നമുക്ക് ഏത് DVD പ്ലെയർ ആയാലും ഏത് VCD ആയാലും കുഴപ്പമില്ല, DVD പ്ലെയർ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഈ സ്പീക്കർ സോക്കറ്റുള്ള ഏത് DVD പ്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കംപ്ലൈൻ്റ് ഉള്ള DVD പ്ലെയർ ആയാലും കുഴപ്പമില്ല, കംപ്ലൈൻറ്റ് ഉണ്ടായാലും കുഴപ്പമില്ല. അതിൻ്റെ പവർ സപ്ലൈ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ വർക്ക് ചെയ്യാത്ത കംപ്ലൈൻറ്റോ അതോ DVD എടുക്കാത്ത കംപ്ലൈൻറ്റോ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ പവർ PCB പവർ ബോർഡ് മാത്രം നല്ലതായി കിട്ടിയാൽ മതി. ഇതാണ് നമ്മുടെ DVD പ്ലെയറിൻ്റെ ഉൾഭാഗം. ഇതിൽ രണ്ട് ബോർഡ് വരുന്നുണ്ട്. ഒരെണ്ണം അതിൻ്റെ IC ബോർഡാണ്, ഒരെണ്ണം അതിൻ്റെ പവർ സെക്ഷൻ ബോർഡും. നമുക്ക് ആവശ്യം ഈ പവർ സെക്ഷൻ ബോർഡ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. വേറെ അതിൻ്റെ ഉള്ളിലത്തെ മറ്റു ബോർഡുകളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് പവർ ഇൻപുട്ട് നേരെ വന്നിട്ട് അതൊരു സ്വിച്ചിലേക്കാണ് പോകുന്നത്. സ്വിച്ച് വഴിയാണ് തിരിച്ചതിലേക്ക് പവർ വരുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളെ DVD പ്ലെയർ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പവർ ബോർഡ് വർക്കിംഗ് ആയിരിക്കില്ല. എന്നാലും മാത്രമേ ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് എൻ്റെ പവർ ബോർഡ് വരുന്നത്. ഇത് സ്വിച്ച് വഴിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ വരുന്നത്. ഈ ബോർഡ് നമുക്ക് വർക്കിങ്ങിൽ ആവശ്യമില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഉരി മാറ്റാവുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വയർ കണക്ഷൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈവ് വർക്ക് ചെയ്യാത്തതാണ് ഈ DVD പ്ലെയറിൻ്റെ കംപ്ലൈൻറ്റ്. DVD ഡ്രൈവ് വർക്ക് ചെയ്യാത്തതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊന്നും ഇതിൽ ആവശ്യമില്ല, നമുക്ക് ഊരി മാറ്റാം. ഇതാണ് അതിൻ്റെ പവർ സ്പീക്കർ സോക്കറ്റ് വരുന്നത്. ഇത് അതിൻ്റെ ഇൻപുട്ട് കണക്ഷൻസാണ്. ഇത് നമുക്ക് ഊരി മാറ്റാം, ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇതൊക്കെ ഒന്ന് ഇളക്കി ഊരെടുക്കണം. ഇതെല്ലാം ഊരി മാറ്റാം. അതിൻ്റെ ഈ റീഡറിലേക്ക് പറഞ്ഞ DVD റീഡറിലേക്ക് പറഞ്ഞെല്ലാം നമുക്ക് ഊരി മാറ്റാം, അതിൻ്റെ ആവശ്യമില്ല. ഇത് ഊരി മാറ്റണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വർക്കിംഗ് ആയി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഊരി മാറ്റണത്. അല്ലെങ്കിൽ അതൊക്കെ DVD പ്ലെയർ ഓൺ ആക്കുമ്പോൾ അതിലേക്ക് സപ്ലൈ എത്തും. ഒരു വയർ മാത്രം ഇതിന് അതിൻ്റെ ഇൻപുട്ട് കണക്ഷൻ മാത്രം, ആ ബോർഡിലേക്കുള്ള ഇൻപുട്ട് കണക്ഷൻ മാത്രമേ ഞാൻ ഇവിടെ വരുന്നില്ല. കാരണം ഇവിടെ LED ലൈറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് കത്താനായിട്ട് ആ ബോർഡിൽ നിന്നാണ് സപ്ലൈ വരുന്നത്. നമുക്ക് ഈ DVD പ്ലെയർ ഓൺ ആക്കുമ്പോൾ ഓണായി എന്നുള്ളത് അറിയാനുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ആ ബോർഡിൽ നിന്ന് വരുന്നുണ്ട്. ആ സപ്ലൈ കണക്ഷൻ മാത്രം വെടിക്കുന്നില്ല. USB കണക്ഷൻ നമുക്ക് ആവശ്യമില്ല, എന്നാലും അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇത് നമ്മൾ നിർബന്ധമായിട്ടും ഊരി മാറ്റേണ്ടത് ഈ ബോഡിയിൽ നിന്ന് ഇപ്പോൾ 5.1 ഔട്ട്പുട്ട് എന്നുള്ള ഇത് സോക്കറ്റാണത്. അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് ഊരി മാറ്റാം. അത് നിർബന്ധമായിട്ടും നിങ്ങളെ DVD പ്ലെയർ ഏത് DVD പ്ലെയർ ചെയ്യുകയാണെങ്കിലും അത് നിർബന്ധമായിട്ട് ഊരി മാറ്റണം. അത് മാത്രം ഊരി മാറ്റിയാലും മതി, വേറെ ഒന്നും ഊരി മാറ്റില്ലെങ്കിലും അത് നിർബന്ധമായിട്ട് ഊരി മാറ്റിയിട്ടുണ്ടാവും. അത് ഊരി മാറ്റം മാത്രമേ നമുക്കിതിൽ മെയിനായിട്ട് ചെയ്യേണ്ടതുള്ളൂ. കാരണം അത് ആ IC ബോർഡിൽ നിന്ന് ഔട്ട്പുട്ട് അതിലേക്ക് പോണ RC സോക്കറ്റിലേക്ക് പോണ കണക്ഷനാണ്. അത് നമുക്കവിടെ ആവശ്യമില്ല. കാരണം DVD പ്ലെയർ ഓൺ ആക്കുമ്പോൾ അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് വരും, നമ്മൾ അതുവഴിയാണ് ഇൻപുട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ വന്നു കണ്ടിട്ട് IC ബോർഡ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന RC കണക്ഷനിലേക്കാണ്. അവിടെ ഇൻപുട്ട് കൊടുത്തിട്ട് അതിങ്ങനെ വന്നിട്ട് ഈ ബോർഡിലേക്ക് വരും. ഈ ബോർഡിൽ നിന്ന് സ്പീക്കറിലേക്ക് പോയി കണ്ടിട്ടാണ് ആംപ്ലിഫയർ വർക്ക് ചെയ്യണത്. ആ ബോർഡിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് ഇതുവഴി സ്പീക്കർ സോക്കറ്റിലേക്ക് പോണ കണക്ഷൻ ഇതിൽ നിന്ന് ഇങ്ങോട്ടാണ് പോവുക.
ഈ ബോർഡ് നമുക്ക് ശരിക്കും വേണ്ട. എന്നാലും നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം LED ബൾബുകൾ വർക്ക് ചെയ്യാനായിട്ട് LED ഓൺ ആവണത് അറിയാനുള്ള LED വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ കണക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്സ് വിത്ത് രണ്ട് AV കേബിൾ എടുത്തിട്ടുണ്ട്. ആ AV കേബിൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റിൽ കണക്ട് ചെയ്യണം. ഫ്രണ്ട് ലെഫ്റ്റ് ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും, കണക്ടർ നോക്കി കഴിഞ്ഞിട്ട് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് എന്ന ഓപ്ഷനിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നേരെ നമുക്ക് മൊബൈലിലേക്ക് അല്ലെങ്കിൽ TV-യിലേക്കോ അല്ലെങ്കിൽ സെറ്റപ്പ് ബോക്സിലേക്കോ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സെറ്റപ്പ് ബോക്സിൽ വെക്കുന്ന TV ചാനലുകളൊക്കെ നമുക്കിതിൽ ആംപ്ലിഫൈ ചെയ്ത് കണ്ടിട്ട് 2 സ്പീക്കറും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. 2 സ്പീക്കറും കൂടെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. സ്പീക്കർ കണക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഒരു ടാബ്ലറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ലൈറ്റ് കത്താൻ വേണ്ടി മാത്രം നമ്മൾ അതിൻ്റെ IC മെയിൻ മദർ ബോർഡ് നമ്മൾ കണക്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ലൂസ് ഉണ്ട് ചെറുതായിട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിൽ അത്യാവശ്യം സോൾഡറിങ്ങോ അല്ലെങ്കിൽ വയറിങ് കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ബാസ് ഡബിൾ ബോർഡ് കൊടുത്തിട്ട് ഒന്നുകൂടെ പവർഫുൾ സൗണ്ടാക്കി മാറ്റാണ്ട് സാധിക്കും. ഇപ്പോൾ അതിൽ വലിയ ബാസൊന്നും ഇല്ലെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി സൗണ്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല 8 ഇഞ്ച് സ്പീക്കറൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്ത് നല്ല സൗണ്ടും ഉണ്ട്. രണ്ട് സ്പീക്കറിൽ കണക്ട് ചെയ്യാൻ സാധിക്കുക. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ സൗണ്ടിനുണ്ട്. ഇനി ബാസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബാസ് ട്രബിൾ ബോർഡൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് ബാസ് ട്രബിളൊക്കെ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേണമെങ്കിൽ ബാസ് ട്രബിൾ ബോർഡോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ USB ബോർഡൊക്കെ കണക്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൽ USB ബോർഡ് ആഡ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ USB ബോർഡൊക്കെ കയറ്റാനായിട്ട് സാധിക്കും. അതൊക്കെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.